അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തി. കൊച്ചിയിലുള്ള ഡോക്ടറുടെ ഉടമസ്ഥതയിലാണ് വീടെന്നാണ് വിവരം. തലയോട്ടിയും ശരീരാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. പഞ്ചായത്ത് മെമ്പറുടെ പരാതിയെ തുടർന്നാണ് വീട് പരിശോധിച്ചത്. കൊച്ചിയിൽ നിന്നും ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഈ വീട്ടിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്? വിവരങ്ങൾ നൽകാം. കഴിഞ്ഞ 15 വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഇപ്പോൾ തലയോട്ടിയും ശരീരാവശിഷ്ടങ്ങളും അടങ്ങുന്ന അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഈ ഒരു ഭാഗം, ഈ അടച്ചിട്ടിരുന്ന വീടിന്റെ ഭാഗം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന് കണ്ടെത്തി പഞ്ചായത്ത് മെമ്പർ പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിരുന്നു. പ്രദേശവാസികളും പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അടച്ചിട്ട വീടിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിനകത്ത് വിവിധ കവറുകളിലായി സൂക്ഷിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. ചോറ്റാനിക്കര പാലസ് സ്ക്വയറിൽ ഫിലിപ്പ് എന്നയാളുടെ പേരിലാണ് ഇപ്പോൾ വീടുള്ളത്. ഇദ്ദേഹം ഒരു ഡോക്ടറാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചിയിലാണ് താമസം. പക്ഷേ ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് തരുന്ന വിവരം അനുസരിച്ച് തലയോട്ടിക്ക് കാര്യമായ പഴക്കമുണ്ട്. ഇത് എപ്പോഴാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയതെന്നോ എങ്ങനെയാണ് എത്തിയതെന്നോ പോലീസിന് വ്യക്തമായിട്ടില്ല. പോലീസ് നിലവിൽ പരിശോധിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും അല്പസമയത്തിനുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തിച്ചേരും. കൂടുതൽ ഫോറൻസിക്കിന് അടക്കമുള്ള കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത് ആരുടേതാണ് അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കൂടാതെ പ്രദേശത്ത് നിന്ന് കാണാതായ വ്യക്തികളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സ്വാഗതം. ഹാൻസ്, എപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത്? എന്തുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പർക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായത്, ഒരു സംശയം ഉണ്ടായത്? അത്തരം വിവരം ലഭ്യമാണോ? പഞ്ചായത്ത് മെമ്പർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശം കാടുകൂടി 15 വർഷമായി അടച്ചിട്ട നിലയിലായിരുന്നു. ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ വന്നു പോകുന്നതായി പ്രദേശവാസികളും പഞ്ചായത്ത് മെമ്പറും നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഇന്ന് റാൻഡമായി നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ സംഭവം കണ്ടെത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നു. ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ഈ വീടിൽ ഒളിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് ഫ്രിഡ്ജ്, യാദർശികമായി ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന രീതിയിൽ തലയോട്ടിയും മറ്റ് ശരീരാവശിഷ്ടങ്ങളും ലഭ്യമായത്. അതിനുശേഷമാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്. കൂടുതൽ പരിശോധനയിലേക്ക് കടന്നത്. ഇതിപ്പോൾ ഏത് വ്യക്തിയുടേതാണ്, മനുഷ്യന്റെ തന്നെ അസ്ഥികൂടമാണോ എന്നുള്ള രീതിയിലുള്ള പരിശോധന, വിശദമായ പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് ഫോറൻസിക് സംഘം തന്നെ എത്തിച്ചേരണം. സംഭവ സ്ഥലത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് സംഘം എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്ന് ശേഷം മാത്രമായിരിക്കും ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ഇതൊരു മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിലുണ്ടോ എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ശരി ഹൻസ്, കൊച്ചിയിൽ ആണ്, ചോറ്റാനിക്കരയിലാണ് അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയത്. കൊച്ചിയിലുള്ള ഡോക്ടറുടെ ഉടമസ്ഥതയിലാണ് വീട്. കുറച്ച് നാളുകളായി അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തിയത്.